നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടാമത് ശാഖ വെണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 4 വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. ലഹരിക്കെതിരെ മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാലിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. പുത്തൂർ ഇളംതുരുത്തിയിൽ MDMAയുമായി യുവാവ് പോലീസിന്റെ പിടി. ബാലസൗഹൃദ ബജറ്റ് അവതരിപ്പിച്ച് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ഷാജു ബജറ്റ് അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തികവും കാർഷികവുമായ ആവശ്യങ്ങൾക്ക് അത്താണിയായി 8 പതിറ്റാണ്ടോളം പ്രവർത്തിച്ചു വരുന്ന വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടാമത് ശാഖ വെണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശത്തായിട്ടാണ് വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടാമത് ശാഖ ആരംഭിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK ആനന്ദകുമാരൻ, വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KM ചന്ദ്രൻ, ടെസ്സി വിൽസൺ, മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്രിസൺ C ഡേവിസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൻ തയ്യാലക്കൽ, ജോസി ജോണി, ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ആന്റണി, CPM പുതുക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ, CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി PK ശേഖരൻ, കോൺഗ്രസ് അളഗപ്പ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ PV ഗോപിനാഥൻ, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ KV മണിലാൽ, ബാങ്ക് ഭരണസമിതി അംഗം K വിജേഷ് കുമാർ, ബാങ്ക് ഭരണസമിതി അംഗം K വിജീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. വിശ്വാസ്യതയുടെ തിളക്കത്തോടെ വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ വെണ്ടൂർ ബ്രാഞ്ച്. ഫോൺ 0480 2751 251. വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ മെമ്പർഷിപ്പുള്ള ആൾക്ക് ഇവിടെ നിക്ഷേപിക്കപ്പെട്ട പണത്തിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റും. ഓരോ ബാങ്കിനും ആ ബാങ്കിൻ്റെ ബൈലോ ഉണ്ട്. ആ ബൈലോ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഇവിടെ വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിൽ എവിടെയുള്ള ആൾക്കും ഡെപ്പോസിറ്റ് അവിടെ നിക്ഷേപിക്കാം, പക്ഷെ വായ്പ എടുക്കാൻ പറ്റില്ല. വായ്പ വേണമെങ്കിൽ വേറെ ആൾക്ക് വേണ്ടി എടുക്കാം. അത് ഇവിടെയുള്ള അംഗം ചിലപ്പോൾ ഒരു പരസ്പര ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ ഭാഗത്താണ് ബാങ്ക് എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകൾ എന്നുള്ളത്. വളരെ അഭിമാനത്തോടുകൂടി സർവീസ് സഹകരണ ബാങ്ക് ഇപ്പം അതിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ രണ്ടാമത്തെ ബ്രാഞ്ച് കൂടി അത് പൂർത്തീകരിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. ഈ ഭരണസമിതിയുടെ പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറി അടക്കമുള്ള എല്ലാ ജീവനക്കാരെയും ഈ അവസരത്തിൽ സഹകരണ വകുപ്പിന് വേണ്ടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. ഒരു സവിശേഷ കാലഘട്ടത്തിൽ ഒരു സഹകരണ ബാങ്കിന് ഒരു പുതിയ ബ്രാഞ്ച് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം. അതൊരു വലിയ നേട്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന്, സഹകരണ ബാങ്കുകൾക്ക് ഒരു ഗ്യാപ്പ്, ഒരു സാധ്യത നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വെണ്ടൂരിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ശാഖ. കഴിഞ്ഞ 8 പതിറ്റാണ്ടോടടുക്കുന്ന വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം
വളരെ മികവുറ്റതും ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതുമായ പ്രവർത്തനങ്ങളുമായി ആ ബാങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 4 വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. ചെറുകുന്ന് ആളൂർ റോഡിലെ വാക്കൊട്ടായി പാടത്തും പേരാമ്പ്ര പുത്തുക്കാവ് റോഡിലെ ഈശ്വരമംഗലം ക്ഷേത്രത്തിന് സമീപവുമാണ് റോഡ് കുഴികളായി കിടക്കുന്നത്. കൊടകര ആളൂർ പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന റോഡുകൾക്ക് കുറുകെയാണ് പെട്രോൾ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. 4 വർഷത്തോളം മുൻപാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചത്. വെട്ടിപ്പൊളിച്ച ഭാഗം താൽക്കാലികമായി മണ്ണും കരിങ്കല്ലും മെറ്റലും ഉപയോഗിച്ച് മൂടിയിരുന്നെങ്കിലും ഇതിനുമീതെ ടാറിംഗ് നടത്തിയിരുന്നില്ല. ഇതുമൂലം ഈ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. ഈ കാണുന്നത് ആളൂർ ചെറുകുന്ന് റോഡാണ്. വാക്കുട്ടായി പാടത്ത് പെട്രോളിയം പൈപ്പ് ലൈൻ 5 വർഷം മുമ്പ് ഇട്ടുപോയതാണ്. അന്ന് പൊളിച്ചിട്ട റോഡ് ഇന്നേ വരെ അത് ശരിയാക്കിയിട്ടില്ല. ഇതുമൂലം പ്രത്യേകിച്ചും ബൈക്ക് യാത്രക്കാരെ സംബന്ധിച്ച് വളരെ അപകടകരമായൊരു യാത്രയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം നിറയെ കല്ലും അതുപോലെ തന്നെ കുഴിയുമൊക്കെ നിറഞ്ഞ ഈ മെയിൻ റോഡിൽ ഇത്രയധികം വാഹനങ്ങൾ പോകുന്ന ഈ റോട്ടിൽ ഇത്തരത്തിലുള്ളൊരവസ്ഥ വന്നിട്ട് 5 വർഷമായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഇതുവരെ അത് ശരിയാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ചെറുകുന്ന് ആളൂർ റോഡിലെ വാക്കൊട്ടായി പാടത്ത് പൈപ്പ് ലൈൻ ഇടാനായി വെട്ടിപ്പൊളിച്ച ഭാഗത്ത് കുഴികളുള്ളതിനാൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികളുടെ ആഴം അറിയാനാകാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള തുക പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഏജൻസി ഗ്രാമപഞ്ചായത്തിന് 2 വർഷം മുൻപേ കൈമാറിയിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലുള്ളതായും എന്നാൽ നാളിതുവരെ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നും പുഷ്പാകരൻ തോട്ടുപുറം പറഞ്ഞു. എത്രയും വേഗം കുഴികൾ അടച്ച റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലഹരിക്കെതിരെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെട്ടിച്ചാലിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര പോലീസിന്റെയും ഇരിങ്ങാലക്കുട എക്സൈസിന്റെയും സഹകരണത്തോടെ ആഡിക് ഇന്ത്യ ലഹരി വിമുക്ത ഗ്രാമസഭയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ജിഷ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ ജദീർ ക്ലാസ് നയിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത്, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, ചെട്ടിച്ചാൽ മദ്യനിരോധന സമിതി കൺവീനർ UV രാജൻ, മുൻ പഞ്ചായത്ത് അംഗം PS പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. പക്ഷെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പല മേഖലകളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൽ നമ്മൾ എക്സൈസ് വകുപ്പുകളെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു യോഗം കൂടാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ കുട്ടികളിൽ തന്നെ, നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന പുത്തൂർ ഇളംതുരുത്തിയിൽ MDMAയുമായി യുവാവ് പോലീസ് പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഇളംതുരുത്തി സ്വദേശി മോബീഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 50 ഗ്രാമിലധികം MDMA കണ്ടെടുത്തു. സിറ്റി ഡാൻസ് ഓഫ് ടീമും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് കുന്നിക്കുരുമണി എന്ന പേരിൽ ബാലസൗഹൃദ ബജറ്റ് അവതരിപ്പിച്ചു. കില റിസർച്ച് അസോസിയേറ്റ് KU സുകന്യ ബജറ്റ് പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ഷാജു ബജറ്റ് അവതരിപ്പിച്ചു. 2,50,00,000 രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. പൊതുഫണ്ട്, തനത് ഫണ്ട്, SCP, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന സർക്കാർ, കേന്ദ്രാവിഷ്കൃതം, സ്പോൺസർഷിപ്പ് എന്നിവയുൾപ്പെടെ 2,50,00,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുൻനിർത്തിക്കൊണ്ട് ശിശു നിലനിൽപ്പ്, ശിശു വികസനം, ശിശു സുരക്ഷ, പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് കുട്ടികൾക്ക് ആവശ്യമായ സേവനങ്ങൾ, നിലവാരമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പോഷണം, മാനസിക ഉല്ലാസ പ്രവർത്തനങ്ങളുടെ സംരക്ഷണം, സാമൂഹ്യ ജീവിതത്തിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ എന്നിവ സൃഷ്ടിക്കുക എന്നതാണ് പഞ്ചായത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു പറഞ്ഞു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സജിൻ മേലേടത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾ, അധ്യാപകർ, ജനപ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിനായി പ്രാർത്ഥനാ ദിനം ആചരിച്ച് വിദ്യാർത്ഥികൾ.
ഭൂവന്തരപ്പള്ളി സെന്റ് ആന്റണീസ് സ്കൂളും CJMHS സ്കൂളും സംയുക്തമായാണ് പ്രാർത്ഥനാ ദിനം ആചരിച്ചത്. തൃശൂർ KCSLും സോഷ്യൽ സയൻസ് ക്ലബ്ബും ചേർന്നാണ് പ്രാർത്ഥനാ ദിനം ആചരിച്ചത്. ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കുന്നതിനായി സ്കൂളിൽ ചിത്ര പ്രദർശനവും ഒരുക്കിയിരുന്നു. പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ്, LP സ്കൂൾ പ്രധാനാധ്യാപകൻ KJ സെബി, അധ്യാപകരായ പ്രിയ പൗലോസ്, ജിജു ആന്റണി, ജെലിപ്സ് പോൾ, ജെൽമ K കിഴക്കൂടൻ, ജെമ്മ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മളോട് കൂടിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ നമുക്ക് ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 വെളുപ്പിനായിട്ട് 30-ാം തീയതി വരെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ കളിച്ച് തിമിർത്ത് വീടുകളിലെത്തിയ കുഞ്ഞുങ്ങൾ 31 അർദ്ധരാത്രി കഴിയുമ്പോൾ അവരില്ല. ഞങ്ങളതിനെക്കുറിച്ചെല്ലാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് വലിയൊരു ദുരന്തം നമ്മളെപ്പോലെ കൊച്ചുകുട്ടികളെയും നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെയുള്ളവരെയും നമ്മുടെ സഹപാഠികളെ പോലെയുള്ളവരെയും. ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ആശുപത്രിയിലെ ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആശുപത്രിയിൽ ജീവനക്കാർ സുരക്ഷിതരായിരിക്കുവാൻ സ്വീകരിക്കേണ്ട മുൻകരുതലിനെ പറ്റിയും വിജിലൻസിനെ സംബന്ധിച്ചുമായിരുന്നു ക്ലാസ്. ചാലക്കുടി CI MK സജീവൻ, വിജിലൻസ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജയേഷ് ബാലൻ എന്നിവർ ക്ലാസ് നയിച്ചു. ചാലക്കുടി ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AA മിനിമോൾ അധ്യക്ഷത വഹിച്ചു. മനോജ് എബ്രഹാം, ചാലക്കുടി താലൂക്ക് ആശുപത്രി PRO സോണിയ ജെയിംസ്, നഴ്സിംഗ് സൂപ്രണ്ട് നസീം ഹുസൈൻ, വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ എല്ലാവരും തന്നെ ആരോഗ്യ പ്രവർത്തകരാണ്. നമ്മൾ ജനങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതും അവർ വരുന്ന അവരുടെ ഓരോരുത്തരുടെയും മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനുള്ള നേർച്ച തേൻ വെഞ്ചിരിപ്പും ഇതോടൊപ്പം നടന്നു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ, ജനറൽ കൺവീനർ ജോഷി മഞ്ഞളി, കൈക്കാരന്മാരായ ബിജു തെക്കൻ, ആൻഡ്രു ആട്ടോക്കാരൻ, ജോൺ ചേനത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 1-നാണ് ഊട്ടുതിരുനാൾ. തൃശൂരിൽ പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ തീരുമാനം. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനമായത്. പുലിക്കളി സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും യോഗത്തിൽ ധാരണയായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇതോടെയാണ് തൃശൂരിലെ പുലിക്കളി അനിശ്ചിതത്വത്തിൽ ആയത്. നേരത്തെ കൂട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചതിനാൽ പുലിക്കളി നടന്നില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വരും എന്ന പുലിക്കളി സംഘങ്ങളുടെ പരാതിയിൽ ജില്ലയിലെ മന്ത്രിമാരും മേയറും ഇടപെട്ടതോടെയാണ് പുലിക്കളി നടത്താൻ തടസ്സമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത്. എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകം ആയതോടെയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേർന്ന് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത്. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് യോഗത്തിന് മുന്നോടിയായി BJP അംഗങ്ങൾ പുലിമുഖങ്ങൾ ധരിച്ചാണ് കൗൺസിലിന് എത്തിയത്. 9 സംഘങ്ങൾ മുൻപ് പുലിക്കളിക്കായി രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഇത്തവണ 6 സംഘങ്ങൾ മാത്രമാകും മത്സരത്തിനിറങ്ങുക. കോർപ്പറേഷൻ തീരുമാനം വൈകിയതോടെ സ്പോൺസർഷിപ്പ് പ്രശ്നങ്ങളടക്കം നേരിട്ട മറ്റു 3 സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചു. വിവിധ സംഘങ്ങൾക്കുള്ള ധനസഹായത്തിൽ ഇത്തവണയും തടസ്സമുണ്ടാകില്ല. ആഘോഷങ്ങൾ മധുരതരമാക്കാൻ പുതുക്കാട് സെന്ററിലെ ചിപ്സ് കോർണർ കൂടുതൽ വിഭവങ്ങളുമായി എത്തുന്നു. പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം ഞായറാഴ്ച വൈകിട്ട് 5-ന് ചാലക്കുടി MLA TJ സനീഷ് കുമാർ ചിപ്സ് കോർണർ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടമുണ്ട്. വെള്ളിയാഴ്ച 160 രൂപ കുറഞ്ഞിരുന്നു. എന്നാൽ ശനിയാഴ്ച 280 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 1 പവൻ സ്വർണത്തിന്റെ ശനിയാഴ്ചത്തെ വിപണി വില 53,560 രൂപയാണ്. വലിയ തോതിലുള്ള നിക്ഷേപവും ലാഭം എടുക്കലും തുടരുന്നതിനാൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടർന്നാലും
വില വർധനവിന് തന്നെയാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 6695 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5540 രൂപയാണ്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 93 രൂപയുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം HST ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048027509558. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ജൂനിയർ സുവോളജി അധ്യാപക ഒഴിവുണ്ട്. ഈ മാസം 29 ഉച്ചയ്ക്ക് 2 ഹയർ സെക്കൻഡറി ഓഫീസിൽ വെച്ച് അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ചാലക്കുടി വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ വിഷയത്തിൽ NTC NACയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഓഗസ്റ്റ് 29 രാവിലെ 10 ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0482200086, മൊബൈൽ 9497061668. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,560 രൂപ. നന്ദിക്കര പള്ളത്ത് മാണിക്കൻ ഭാര്യ മീനാക്ഷി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് മറവാഞ്ചേരി തലക്കാട്ടിൽ റാം മോഹൻ റോയ് അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 11 വീട്ടുവളപ്പിൽ. ജിഷയാണ് ഭാര്യ. റോഹൻ റോയ്, റോജ റോയ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ 2ാമത് ശാഖ വെണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 4 വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. ലഹരിക്കെതിരെ മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാലിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. പുത്തൂർ ഇളംതുരുത്തിയിൽ MDMAയുമായി യുവാവ് പോലീസിന്റെ പിടി. ബാലസൗഹൃദ ബജറ്റ് അവതരിപ്പിച്ച് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ഷാജു ബജറ്റ് അവതരിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.